താനൂർ നിയോജക മണ്ഡലത്തിലെ വൈലത്തൂരിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ എറിഞ്ഞ പടക്കത്തിൽ നിന്ന് തീ പടർന്ന് കാർ കത്തിച്ചാമ്പലായി. കാർ യാത്രികരെ നാട്ടുകാർ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വൈലത്തൂർ ജംഗ്ഷനിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. അപകടം റാലിക്കിടെ എറിഞ്ഞ പടക്കം മൂലമല്ലെന്ന് LDF. താനൂരിലെ റോഡില് ഒരു കാറിന് തീ പിടിച്ചതാണ്. പൂക്കിപ്പറമ്പ് സ്വദേശി റഹീസും പിതാവും സഹോദരനും സഞ്ചരിച്ചിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. റാലിക്കിടെ എറിഞ്ഞ പടക്കം കാറിനടിയിലേക്ക് എത്തുകയും തീ പിടിക്കുകയുമായിരുന്നുവെന്ന് റഹീസ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഞാൻ തിരൂരിൽ ഒരു ചാനലിലെ റിപ്പോർട്ടറാണ്. എന്റെ പേര് ജമാലിനാണ്. ഇന്നലെ നിങ്ങളെ കാറല്ലേ അപകടത്തിൽപ്പെട്ടത്? അതെ. അതെന്താണ് സംഭവിച്ചത്? അപകടം അതൊരു പടക്കം പൊടിച്ചാണ്. പടക്കം പൊടിച്ചാണ്. അപ്പൊ പടക്കം കാറിന്റെ അടിക്ക് വന്നതാ? നേരെ നിങ്ങൾ എവിടുന്ന് വരെയായിരുന്നു? പൂക്കിപ്പറമ്പ്. എത്ര ആൾക്കാരുണ്ടായിരുന്നു കാറില്? മൂന്നാള്. എങ്ങനെ? മൂന്നാള്. നിങ്ങൾ അവരെ ഇടയ്ക്കൊപ്പം എത്തിപ്പെട്ട എങ്ങനെയാ? അറിയാതെ വന്ന് പെട്ടതാണോ? അല്ല, ഞങ്ങൾ ഉമ്മാന്റെ അവിടേക്ക് പോവാണ്. ഉമ്മാന്റെ പകരയാണല്ലേ? അപ്പം പടക്കം കാറിന്റെ അടിയിലേക്ക് വന്നു. ഞങ്ങള് ശരിക്കും കണ്ടിട്ടുണ്ടല്ലേ? ശരി ശരി. അല്ല, അവര് പറയുന്നത് കാറിന്റെ എന്തോ ലീക്കായിട്ട് CCTV ഫുൾ ഉണ്ട്. പൂക്കിപ്പറമ്പ് പകരയിലേക്ക് പോവാണ്. അപ്പൊ വൈലത്തൂർ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് സംഭവം അല്ലേ? എത്ര മണിക്ക് ഏകദേശം? 8 മണിക്ക് അല്ലേ? കാറ് നന്നായി കത്തി മൊത്തം നാശമായ? ആരുടെ പേരിലുള്ള കാറ്? നിങ്ങളുടെ പേര്? റഹീസ് അല്ലേ? സ്ഥലം പൂക്കിപ്പറമ്പ്. പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? കേസുണ്ട്. FIR ഉണ്ടോ പോലീസ്? അല്ല, അഭിനയിച്ചിങ്ങനെ ഈ പ്രകടനത്തിന്റെ ഇടയിലേക്ക് നിങ്ങളെ കാറ് മാത്രം വന്ന് പെട്ടാണോ? അതോ ഒരു പ്രകടനം ഞങ്ങൾ മുന്നിൽ കുറെ വണ്ടിക്കാരുണ്ട്, നോക്കാതെ പടക്കം അതിലൊരു പടക്കം കാറിന്റെ അടിക്ക് പോയി. അങ്ങനെയാണ് അപകടം ഉണ്ടായത് അല്ലേ? നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തതായിരുന്നു LDF റാലി. സ്ഥാനാർത്ഥി ഉൾപ്പെടെ റാലിയിലുണ്ടായിരുന്നു. കാറിനടിയിലാണ് തീപിടുത്തമുണ്ടായത്. തീ കണ്ടതോടെ യാത്രക്കാരെ ഉടൻ പുറത്തിറക്കി. മറ്റ് വാഹനങ്ങൾ കടന്നുവരുന്നത് തടഞ്ഞും കാർ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റിയും നാട്ടുകാരും LDF പ്രവർത്തകരും നിയന്ത്രിച്ചതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. തിരൂരിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സാണ് തീയണച്ചത്. സീനിയർ ഫയർമാൻ ഗിരീശൻ, ഫയർമാൻമാരായ നൌഫൽ, പ്രബീദ്, നസീർ, ഹോംഗാർഡ് ദിനേശ് എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു. കാർ പൂർണ്ണമായും കത്തിയമർന്നു. താനാളൂർ പകരയിലേക്ക് പോകുന്നതിനിടെയാണ് റഹീസിന്റെ കാർ പ്രകടനക്കാരുടെ ഇടയിൽ അകപ്പെട്ടത്. പ്രവർത്തകർ അലക്ഷ്യമായി ഉപയോഗിച്ച പടക്കമാണ് അപകടം സൃഷ്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം LDF റോഡ് ഷോയിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് കാറിന് തീപിടിച്ചതെന്ന പ്രചാരണം തീർത്തും വ്യാജമാണെന്ന് LDF നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പടക്കം പൊട്ടിച്ചത് മൂലമാണ് വാഹനത്തിന് തീപിടിച്ചതെന്ന തരത്തിൽ ചിലർ ബോധപൂർവം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ഇത്തരം ദുഷ്പ്രചരണങ്ങളിൽ യാതൊരുവിധ സത്യവുമില്ലെന്നും സാങ്കേതിക കാരണങ്ങളാൽ യാദൃശ്ചികമായുണ്ടായ അപകടത്തെ റോഡ് ഷോയുമായി ബന്ധപ്പെടുത്തി കള്ളം പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും നേതാക്കൾ അറിയിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം പേരെ പ്രതി ചേർത്ത് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, താനൂർ.
നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.